നമസ്കാരം. കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭരണഘടനയുടെ 75-ാം വർഷത്തോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷം. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സംയുക്ത സമ്മേളനം നടന്നു. 75 രൂപയുടെ പ്രത്യേക നാണയവും സംസ്കൃതത്തിലും മൈഥിലി ഭാഷയിലും തയ്യാറാക്കിയ ഭരണഘടനയും രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറത്തിറക്കി. അന്തരീക്ഷ മലിനീകരണം ഉയർന്ന നിലയിലാണെങ്കിലും ഡൽഹിയിലെ സ്കൂളുകൾ ഉടൻ തന്നെ തുറക്കണമെന്ന് സുപ്രീം കോടതി. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യമില്ലാത്തതും ഉച്ചഭക്ഷണം കിട്ടാത്തതുമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന വിഷയങ്ങൾ. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി സിവിൽ സർവീസ് കായികമേള 2024 നവംബർ 29-30 തീയതികൾ നടത്തും. അത്ലറ്റിക്സ്, ക്യാരംസ്, കബഡി, ചെസ്, ഫുട്ബോൾ, പവർ ലിഫ്റ്റിംഗ്, ഖോ, യോഗ തുടങ്ങിയ ഇനങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാം. വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ് എന്നീ ഇനങ്ങൾ പുരുഷന്മാർക്ക് മാത്രമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ശാക്തീകരിക്കുന്നതിനായി 6000 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ദുരന്ത നിവാരണത്തിന് കേരളത്തിൽ 72 കോടി അനുവദിച്ച് കേന്ദ്രം. 15 സംസ്ഥാനങ്ങൾക്കായി 1115 കോടി രൂപയാണ് അനുവദിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയാണ് തീരുമാനമെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഭക്ഷണം ഉൾപ്പെടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാമിന് KSRTC തുടക്കം കുറിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഉച്ചഭക്ഷണം ഉൾപ്പെടുന്ന ടൂറിന് 500 രൂപയിൽ താഴെയായിരിക്കും ചാർജ്. രാവിലെ പുറപ്പെട്ട് വൈകിട്ട് തിരികെ എത്തുന്ന രീതിയിലാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേഴ്സ് റിസോർട്ട് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2025 ജനുവരി സെക്ഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ സോളാർ എനർജി പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പും പ്രോജക്ട് വർക്കും ഉണ്ടായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ കാലാവധി 6 മാസമാണ്. വിശദ വിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ തുടങ്ങി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനങ്ങളും അവസാനിപ്പിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.